കൈരളിയുടെ എല്ലാ പ്രേക്ഷകർക്കും ജീവിതം സാക്ഷിയിലേക്ക് സ്വാഗതം. ബഹുമാനപ്പെട്ട ജഡ്ജിംഗ് പാനലിൽ പരിചയപ്പെടുത്താം. റിട്ടയർഡ് ജഡ്ജ് ശ്രീ KV സച്ചിദാനന്ദൻ, അഡ്വക്കേറ്റ് മെമ്പർ ശ്രീമതി ജ്യോതി ശർമ്മ, കൗൺസിലർ ശ്രീമതി കലാ ഷിബു. ഭർത്താവിനെ കാണാനില്ല, വർഷങ്ങളായി. കുട്ടികളെ പോറ്റാൻ മറ്റു മാർഗങ്ങളൊന്നുമില്ല. അദ്ദേഹത്തിൽ നിന്നും സാമ്പത്തികമായ സംരക്ഷണവും അതുപോലെ തനിക്ക് നഷ്ടപ്പെട്ടു പോയ സ്വർണവും അല്ലെങ്കിൽ വസ്തുക്കളും തിരികെ കിട്ടണം എന്ന് പറഞ്ഞു വരുന്നൊരു 100,000 കേസുകളാണ് ഇവിടെ. എന്നാൽ സത്യസന്ധമാണ് റഷീദയുടെ പരാതി എന്ന് തോന്നിയത് കൊണ്ടാണ് ഇത് എടുത്തിരിക്കുന്നത്. നെടുമങ്ങാട് അല്ലേ? നെടുമങ്ങാട് കൊല്ല അവിടെയാണോ? പിന്നെ കുടുംബ വീടും ഒക്കെ അവിടെയാണോ? കുടുംബ വീട് കൊല്ലംകാവില്. എത്ര വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്? 21. റഷീദയ്ക്ക് പിന്നെ ബ്രദേഴ്സ് സിസ്റ്റേഴ്സും ഒക്കെ ഇല്ല? ആരുമില്ല. ഒറ്റ മോളാണോ? അച്ഛനും അമ്മയും ഉണ്ട്. അച്ഛൻ വർക്ക് ചെയ്യുന്നുണ്ടോ? ഇല്ല, അപ്പ കളഞ്ഞിട്ട് പോയി. ഉമ്മ മാത്രമേ ഉള്ളൂ അപ്പം? പിന്നെ ഉമ്മ ജോലിക്ക് പോകുന്ന ആളല്ലല്ലോ? ഇല്ല. പിന്നെ എങ്ങനെയാ? ഗൾഫിൽ പോയി വർക്ക് ചെയ്ത് അങ്ങനെ കഷ്ടപ്പെട്ട് വളർത്തിയത്. ചെലവിനൊക്കെ ഉമ്മാനെ തരണം ഇപ്പോഴും? ഇപ്പൊ ഉമ്മ വന്നിട്ട് 7 മാസമായി നാട്ടിൽ വന്നിട്ട്. എല്ലാ മാസവും ഉമ്മ തന്നെ തരണം ചെലവിന്. എല്ലാ മാസവും? എന്താ ജോലി ചെയ്യുന്നത് അവിടെ? അവിടെ വീട്ടുപണിയായിരുന്നു ചെയ്യുന്നത്. അറബി വീട്ടിലായിരുന്നു. അറബി വീട്ടിൽ നിൽക്കും. വർഷത്തേക്ക് എത്ര മക്കളാ? 2 മക്കള്. 2 മക്കള്. പഠിക്കുന്നുണ്ടോ അവര്? മോള് +2 കഴിഞ്ഞ് ഏവിയേഷൻ്റെ പഠിച്ചിട്ട് നിൽക്കുന്നു. മോൻ 8 പഠിക്കുന്നു. നിസാം അല്ലേ ഭർത്താവിന്റെ പേര്? 21 വർഷമായി എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ആദ്യത്തെ കുറച്ച് വർഷങ്ങൾ സന്തോഷമായിട്ട് കഴിഞ്ഞിട്ടുണ്ടാവുമല്ലോ അല്ലേ? മറ്റു ദുശീലങ്ങളോ അങ്ങനെയൊന്നും ഉള്ള ആളല്ല? ദുശീലമുണ്ട്. എന്താ പ്രശ്നം? പെണ്ണുങ്ങളായിട്ട് വീട്ടില് അങ്ങനെ പോയിട്ട് ബന്ധപ്പെട്ടിട്ട് വരുമ്പോൾ വീട്ടിൽ ഭയങ്കര അടിയും വഴക്കൊക്കെയാണ്. മദ്യപിക്കും. ശാരീരികമായിട്ട് പീഡനങ്ങളും ഒക്കെയാണ്. ഇത് ബ്രോക്കർ വഴി വന്ന ആലോചന? ബ്രോക്കർ കൊണ്ടുവന്ന ആലോചന. അപ്പൊ നിങ്ങളുടെ വീട്ടിൽ നിന്ന് സ്വർണ്ണോ പണോ വല്ലതും കൊടുത്തിരുന്നോ? 20 പവൻ കൊടുത്തിരുന്നു. എന്തായിരുന്നു അദ്ദേഹത്തിന്റെ ജോലി? ഗൾഫില് ഡ്രൈവറായിരുന്നു. കമ്പനിയിൽ ജോലി ഉണ്ടായിരുന്നു, വണ്ടി ഉണ്ടായിരുന്നു. അപ്പം ഗൾഫിൽ ജോലി എന്ന് പറയുമ്പോൾ ലീവില് വന്നിട്ട് പോവും? ലീവില് 4 കൊല്ലം 5 കൊല്ലം കഴിയുമ്പോൾ വരും. അത്രേ ഉള്ളൂ? എന്നിട്ട് 6 മാസം നിന്നിട്ട് പോവും. 6 മാസം വീട്ടില് രാവിലെ 6 മണിയാകുമ്പോൾ ഇറങ്ങിപ്പോയാൽ രാത്രി 10:30 11 മണിയൊക്കെ ആകുമ്പോൾ വരും. കുടിച്ചു കൊണ്ടുവന്നിട്ട് ഭയങ്കര ദേഹോപദ്രവമൊക്കെയാണ്. പിള്ളേരെയൊക്കെ ഭയങ്കര ദേഹോപദ്രവമാണ്. അപ്പൊ ഈ ചെലവിന് പൈസയൊക്കെ? ചെലവിന് ഉമ്മയാണ് തരണം. അവിടെ ചെലവിനും തരത്തില്ല? ഇല്ല. കല്യാണം കഴിച്ചതിന്റെ ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജിൽ എന്തെങ്കിലും ചെലവ് തന്നിട്ടുണ്ടോ? ഇപ്പോഴേ 2-3 ദിവസമൊക്കെ നല്ലതായിട്ടിരുന്നു. 3-ന്റെ അന്നേ പിന്നെ കുടിച്ചുകൊണ്ട് വന്നിട്ട് ഭയങ്കര ദേഹോപദ്രവമൊക്കെയാണ്. എന്ത് പറഞ്ഞിട്ടാ അയാൾ ഉപദ്രവിക്കുന്നത്? അത് എന്തെങ്കിലും പറഞ്ഞിട്ട് എന്തെങ്കിലും ഒരു കാരണം മതി വഴക്കുണ്ടാക്കാൻ. അവരുടെ വീട്ടുകാരോ? അവരായിട്ട് മിണ്ടൂല. നമ്മള് മിണ്ടത്തില്ല? ഇല്ല. എന്താ കാര്യം? ഇയാളും അവരോട്ട് വഴക്കാണ്? വഴക്കല്ല, പിന്നെ അവർക്ക് ഇഷ്ടമില്ലാത്ത കല്യാണമായിരുന്നു. ആലോചിച്ചുറപ്പിച്ചെന്ന് പറയുമ്പം നിങ്ങൾ തിരക്കിയില്ലേ? അല്ലെങ്കിൽ നിങ്ങളുടെ ഉമ്മ തിരക്കിയില്ലേ? അവിടെ ബന്ധുക്കളുണ്ടോ? ഇയാളവിടെ പോവാറുണ്ടോ? എവിടെയാ വീട്? ഇതൊക്കെ തിരക്കുമല്ലോ. അല്ല, അന്ന് ആരും തിരക്കാല്ലായിരുന്നു. എനിക്കൊരു മാമ ഉണ്ടായിരുന്നു. മാമയാണ് പോയി തിരക്കി നടത്തിയത്. പിന്നെ അമ്മ അന്നും ഗൾഫിലായിരിക്കും അല്ലേ? അപ്പം ഈ ലീവിന് വരുന്ന സമയത്ത് എങ്ങനെയെങ്കിലും നല്ല രീതിയിൽ കല്യാണം നടത്തിയിട്ട് തിരിച്ചു പോകണം. അങ്ങനെ പറ്റുന്ന അബദ്ധങ്ങളാണ് പലതും. പാവം. അദ്ദേഹത്തിന്റെ പരസ്ത്രീ ബന്ധം ഉണ്ടെന്ന് ആരാ പറഞ്ഞേ? അത് ലൈൻ ഫോൺ ഉണ്ടായിരുന്നു. അതിൽ ഇങ്ങനെ വിളിച്ചിട്ട് എവിടെ നിൽക്കുന്നു, പിന്നെ നെടുമങ്ങാട്ട് വരുമോ എന്നൊക്കെ ചോദിക്കും. അപ്പം ഞാൻ ഒരു ദിവസം ഫോൺ എടുത്തപ്പോഴേ ഞാൻ കേട്ട് ഇങ്ങനെ ഒരു ദന്തൽ ആശുപത്രി അവിടെ ആ നടയിൽ വന്നു കഴിഞ്ഞാൽ 6 മണിക്ക് വരുമെന്ന് ചോദിച്ചു ഒരു സ്ത്രീ. അപ്പോൾ വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വന്നപ്പോൾ പറഞ്ഞില്ലായിരുന്നു. എന്നിട്ട് രാത്രിയായപ്പോൾ ഫോൺ പറഞ്ഞ് ഇങ്ങനെ അവരുണ്ടായിരുന്നു. അപ്പോൾ അവർ ഫോൺ എടുത്തിട്ട് പറഞ്ഞ്, പിന്നെ ഫോൺ എടുത്തപ്പോൾ എൻ്റെ ഭാര്യ പറഞ്ഞിട്ടില്ലായിരുന്ന ഞാൻ വിളിച്ചത്. അങ്ങനെ അത് എൻ്റെ അടുത്ത് കേട്ടിട്ട് എന്നെ അടിയായിരുന്നു.
അപ്പൊ ഈ ഉമ്മയെ വിവരം അറിയിച്ചോ? നിങ്ങളുടെ ഉമ്മയെ വിവരം അമ്മയുടെ പറഞ്ഞു. അപ്പൊ അമ്മ ഗൾഫിലല്ലായിരുന്നു. അവിടെ നിന്നുകൊണ്ട് അവർക്ക് സമാധാനം കിട്ടൂല. അവിടെ നിന്ന് ഓരോ കാര്യങ്ങൾ വിളിച്ച് പറയുമ്പോൾ. നിങ്ങളുടെ പള്ളിയിലും പോലീസ് സ്റ്റേഷനിലൊന്നും പരാതി? പള്ളിയിലൊക്കെ പോയി. പള്ളിയിൽ ഒരു എത്തിപ്പോയി. പള്ളിക്കാർക്ക് പള്ളിക്കാർ പറയണ അവരുടെ വശമാണ് നിൽക്കുന്നത്. പോലീസ് സ്റ്റേഷനിൽ അവരും അവരുടെ വശം തന്നെ നിൽക്കുന്നത്. നെടുമങ്ങാടാണ് പോലീസ് സ്റ്റേഷൻ. പള്ളി അവിടെ തന്നെ. എന്താ പറയുന്നത് അവര്? അയാള് പറയുന്ന ആരോപണങ്ങൾ എന്താ? അവര് നല്ലതായിട്ടാണ് പറയണത്. അവര് അല്ല, ഈ നിസാം നിങ്ങളെ പറ്റി എന്തെങ്കിലും കുറ്റം പറയുന്നുണ്ടോ? കുറ്റമൊന്നും പറയില്ല. അവരെന്ത് പറഞ്ഞെന്ന് അറിഞ്ഞൂടാ. ഇപ്പൊ ഇവിടെ വന്ന് നമുക്ക് തന്ന ഈ പരാതിയില് നിങ്ങളുടെ പണവും സ്വർണവും അതൊക്കെ കൊടുത്തതൊക്കെ തിരിച്ചു കിട്ടണം. കെട്ടിക്കാനുള്ള ഒരു പിന്നെ വസ്തു മൊത്തത്തില് 5 സെന്റ് സ്ഥലമായിരുന്നു. അപ്പൊ 3 സെന്റ് എഴുതി വാങ്ങി. വീട് മാത്രമേ ഉള്ളൂ 5 സെന്റില്. അത് ലോൺ 25,000 ലോൺ എടുക്കാന്ന് പറഞ്ഞ് കൊണ്ടുപോയിട്ട് എഴുതി വാങ്ങിച്ച്. അതിന്റെ തലേദിവസം ഭയങ്കര ദേഹോദരമൊക്കെ ആയിരുന്നു. അങ്ങനെ നിർബന്ധിച്ച് എഴുതി വാങ്ങിച്ചതാണ്. ഇപ്പൊ അതെന്റെ പേരിന് തിരിച്ചു മടങ്ങി തരണം. നിങ്ങളുടെ ഭർത്താവ് കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ടോ? കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ട്. പൊന്മുടിയില് കൊണ്ടുവന്ന് തള്ളിയിട്ട് മോക്ക് 3.5 വയസ്സുള്ളപ്പോഴ് കൊണ്ട് തള്ളിയിട്ടിട്ട് അറിഞ്ഞില്ല. ഞാൻ വീഴുന്നത് പോലും അറിഞ്ഞില്ല. അങ്ങനെ ബാക്കിൽ നിന്ന് വന്ന ആൾക്കാരാണ് രക്ഷപ്പെടുത്തിയത്. അങ്ങനെ കുറെ പ്രാവശ്യം ഞാൻ ആയുർവേദ കോളേജിലൊക്കെ കിടന്നിട്ടുണ്ട്. 3 മാസം തള്ളിയിട്ട് 3 മാസം കഴിഞ്ഞപ്പോൾ ദേഹം മൊത്തം നീരായി. അങ്ങനെ ആയുർവേദ കോളേജിൽ പോയി. അപ്പോഴും ഇവിടെ നിന്ന് കയറിപ്പോയി ഗൾഫിൽ. ആ സമയത്ത് ഞാൻ അവിടെ പോയി കിടന്നു ആയുർവേദ കോളേജിൽ. പിന്നെ എല്ലാ വർഷവും പോയി കിടക്കും. എന്തിനാ തള്ളിയിട്ടെന്ന് ചോദിച്ചു അയാളോട്? അപ്പോഴും അവിടെ നിന്ന് പറഞ്ഞു, ഒന്ന് നിന്റെ വീട്ടിൽ പോയിട്ട് നിന്റെ ഉമ്മാരുടെ അടുത്തൊന്നും പറയില്ല, അത് പോയി പറഞ്ഞാൽ കൊന്നു കളയുന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്താണ് വീട്ടിൽ കൊണ്ടുവന്നു. അത് ഞാൻ പേടിച്ച് പറഞ്ഞില്ല. കയറിപ്പോയതിനു ശേഷമാണ് ഞാൻ ഉമ്മാരുടെ അടുത്ത് പറയുന്നത്. നിങ്ങളുടെ വീടിന്റെ കട്ടിലിനടിയിൽ ഒരാളിനെ ഒളിപ്പിച്ചിരുത്തി? അത് കൂട്ടുകാരെ കൊണ്ടുവന്ന് കട്ടിലിന്റെ അടിയിൽ ഞാൻ പിണങ്ങി. എപ്പോഴും എൻ്റെ അടുത്ത് പിണങ്ങിയിരുന്നാലും ഇത് നമ്മൾ കിടക്കുന്ന ബെഡ്റൂമിൻ്റെ അടുത്ത കട്ടിലിൻ്റെ അടിയിൽ ആരെങ്കിലും ഒളിപ്പിച്ച് വെച്ചിട്ട് ഞാൻ ആൾക്കാരെ വിളിച്ച് കാണിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ നാണം കെടുത്തു എന്ന് പറഞ്ഞു. പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയതേ ഉള്ളൂ, അങ്ങനെ ചെയ്തിട്ടില്ല. റഷീദയുടെ അമ്മയും റഷീദയുടെ മകളും വന്നിട്ടുണ്ട്. മോൾ എത്രയല്ല പഠിക്കുന്നത്? ഞാൻ ഏവിയേഷൻ കഴിഞ്ഞു. സർട്ടിഫിക്കറ്റിനെ വെയിറ്റ് ചെയ്യണം. അപ്പൊ എന്താ കേസ് കൊടുത്തിരിക്കുന്നത്? എന്താ, എങ്ങനെയാ കൊടുത്തിരിക്കുന്നത്? എനിക്ക് ഒരു മോളേ ഉള്ളൂ. അപ്പോൾ എൻ്റെ ഉമ്മയെ എൻ്റെ സഹോദരന്മാരെയൊക്കെ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ പോണത്. എനിക്ക് അന്ന് 40 റിയാലാണ് ശമ്പളം. 40 റിയാൽ എന്ന് പറയുമ്പോൾ ഇവിടുത്തെ 7,000 രൂപയുടെ അടുത്തൊക്കെ ഉള്ളൂ. ഞാൻ അതിൽ നിന്ന് 1 രൂപ പോലും എൻ്റെ വീട്ടിൽ അയക്കില്ല. ഞാൻ അതിനത്രയും സ്വർണ്ണം വാങ്ങിക്കും. അപ്പോൾ ഉമ്മാക്കാണെങ്കിൽ പേടി. അവർ പറഞ്ഞ് മോളെ വന്ന ഇവിടെ കല്യാണം കഴിച്ച് കൊടുത്തിട്ട് പോകും. പിന്നെ ഞാൻ വയസ്സായിരിക്കുന്നതാണ്. പിന്നെ എനിക്ക് എന്തായാലും അന്നത്തെ കാലത്ത് എല്ലാവർക്കും ഭയങ്കര പേടിയൊക്കെ ഉള്ള ഒരു കാലമാണ്. അപ്പോൾ ഞാൻ വന്ന് എൻ്റെ അറബിയുടെ വീട്ടുകാരെല്ലാം കൂടെയൊക്കെ സഹായിച്ച് കല്യാണത്തിന് എല്ലാവരും വിസ അടിച്ചാണ് ഞാൻ വന്നത്. 2 വർഷത്തെ വിസ അടിച്ചിട്ട് 2 മാസം നിന്നിട്ടാണ് ഞാൻ വരണത്. അപ്പോൾ അവർ പറഞ്ഞ് നിങ്ങൾ കല്യാണമൊക്കെ കഴിഞ്ഞ് എത്തുവാന്നും പറഞ്ഞിട്ട് അവർ ഒരു 5-6 പവൻ്റെ സ്വർണവും പിന്നെ കുറച്ച് കാശുമൊക്കെ തന്ന് ഞാൻ നാട്ടിൽ വന്നു. ഒരു പയ്യനെ ഞാൻ ഒരുപാടിടത്തൊക്കെ തിരക്കിയപ്പോഴത്തേക്ക് ഒരു പട്ടാളക്കാരും വേറെയുള്ള ജോലിയുള്ള ആൾക്കാരൊക്കെ വന്നപ്പോൾ വന്നവർക്കൊന്നും ചന്തമില്ല. അപ്പോൾ ഈ വന്ന പയ്യന് നല്ല ചന്തമുള്ള ഭംഗിയുള്ള ഇറക്കാനാണ്. അപ്പോൾ ഇവൻ നമ്മളെ വീടിൻ്റെ അടുത്തുള്ള ഒരാൾ, അയാൾ ബ്രോക്കറൊന്നും അല്ല, ബ്രോക്കറും ആണെങ്കിൽ പറയാൻ. അപ്പോൾ അവർ പറഞ്ഞ് അങ്ങനെ ഒരു പയ്യനുണ്ട്, ഗൾഫിൽ നിന്ന് ഇപ്പോൾ വന്നതാണ്, ഞങ്ങളെ വീട്ടിൻ്റെ അടുത്തുള്ളതാണ്, 20 സെൻറ്റ് പെരേഡും ഒരു വീടും എല്ലാം ഉണ്ട്, സാമ്പത്തികമായിട്ടൊക്കെ കുറച്ചൊക്കെ ഉണ്ട്, പിന്നെ അവന് ഒരു കൊള്ളാന്നുള്ള ഒരു പെണ്ണിനെ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവൻ വന്ന് കണ്ടിട്ട് ഇപ്പം ഞാൻ പറഞ്ഞ് എൻ്റെ അടുത്ത് വലിയ സാമ്പത്തികമായിട്ടൊന്നും തരാനില്ല, ഞാൻ ഇപ്പോൾ അത് എനിക്ക് 50-100 പവൻ്റെ സ്വർണ്ണമൊക്കെയാണ് പറഞ്ഞത്. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ 5 ലക്ഷം രൂപ ശ്രീധനായിട്ടും 30 പവൻ്റെ സ്വർണ്ണത്തിൽ 20 പവന് ഞാൻ ഇപ്പം തരുള്ളൂ. പിന്നെ ഇവർക്ക് ഈ കല്യാണം കഴിയുമ്പോൾ വളയിടലും മോതിരയിടലും മാലയിടലൊക്കെ ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞു 20 പവൻ്റെ സ്വർണ്ണം ഞാൻ തരാം. പിന്നെ അപ്പോഴും എനിക്ക് പോക്കറ്റ് പണി 50,000 രൂപ വേണം. അപ്പോൾ ഈ 50,000 രൂപയിൽ ഈ പള്ളിയിൽ ഈ 50,000 രൂപ നമ്മളവിടെ സഭയിൽ പറയണമെങ്കിൽ ഈ പള്ളിയിൽ അങ്ങനെ എനിക്കൊരു വലിയ
അബദ്ധം പറ്റിപ്പോയി. 20,000 രൂപ പള്ളിയിൽ രേഖ കൊടുത്തോളൂ. ഈ 10,000 രൂപയ്ക്ക് ഇവർ 2,000 രൂപ വെച്ച് പള്ളിക്കാരി എടുക്കുമെന്ന് അവർ പറഞ്ഞ്. അപ്പോൾ 20,000 രൂപ അതിൽ പറഞ്ഞാൽ മതി, ബാക്കി എനിക്ക് പിന്നെ വീട്ടിൽ പ്രത്യേകമായിട്ട് തന്നാൽ മതി. അങ്ങനെ ഞാൻ ഈ 50,000 രൂപയും കൊടുത്ത് 20 പവൻ്റെ സ്വർണ്ണം കൊണ്ട് കല്യാണം നല്ല ഇതായിട്ടൊക്കെ എടുത്തിട്ട് പിന്നെ 5 ലക്ഷം രൂപ സ്ത്രീധനം പറഞ്ഞതിൽ എനിക്ക് ഉടനെ സ്ത്രീധനം കൊടുക്കാനായിട്ട് അതിൽ കുറച്ച് പൈസ കുറവ് വന്നു. പിന്നെ 2-3 ലക്ഷം രൂപ കല്യാണമൊക്കെ നടത്തി പിന്നെ 2-3 ലക്ഷം രൂപയെ ബാക്കിയുള്ളൂ. അപ്പോൾ അന്ന് സ്ഥലം വാങ്ങിക്കണമെങ്കിൽ തന്നെ അന്ന് ഒരു അംശത്ത് സ്ഥലത്തിന് ഭയങ്കര വില. 1 സെൻറ്റിന് റോഡ് സൈഡിൽ തന്നെ അവന് സ്ഥലം വേണമെന്ന് പറയണം. അപ്പോൾ റോഡ് സൈഡിന് എല്ലായിടത്തും 5 ലക്ഷം 2 ലക്ഷം 1 ലക്ഷം ഇങ്ങനെ പറയണം. അവൻ പറഞ്ഞ് എൻ്റെ ഉമ്മായും എൻ്റെ കൊച്ചുമ്മായും ഞാനും കൂടെ ഖത്തറിൽ ഒരു വീട്ടിൽ ആയിരുന്നു. അവിടെ നിന്ന് ഞങ്ങൾ പ്രശ്നവും വഴക്കായിട്ടാണ് കയറി വന്നത്. എനിക്ക് വിസയുണ്ട്, ഞാൻ ഇവളെയും കൊണ്ട് ഞാൻ കല്യാണം കഴിഞ്ഞാൽ 2 ആഴ്ച നിൽക്കുകയുള്ളൂ എന്നൊക്കെയാണ് പറഞ്ഞത് പയ്യനെ കാണാനും. അപ്പോൾ ഇവൻ പറഞ്ഞ് എൻ്റെ വീട്ടിൻ്റെ അടുത്ത് ആരും വന്ന് തിരക്കരുത്, ഞാൻ അവിടെ ഒരു പെണ്ണിനെ സ്നേഹിച്ച് വെച്ചെന്നതാണ്, അതുകൊണ്ട് അത് അവർക്ക് എന്നെപ്പോൾ വേണ്ടാന്ന് പറഞ്ഞു. അതുകൊണ്ട് എനിക്ക് ഒരുപാട് കല്യാണ ആലോചന വരണതുകൊണ്ട് അവരൊക്കെ പറയണമെന്ന് വെച്ചാൽ അവർ നിങ്ങളെ എന്തെങ്കിലും തിരിച്ച് വിടും, അതുകൊണ്ട് നിങ്ങൾ തിരക്കരുത്. അപ്പം എനിക്ക് പോകാനും പിന്നെ മേഡം പിന്നെ എനിക്ക് ദിവസവും ഇല്ല. ഞാൻ വന്ന് 2-3 മാസമായി. ഇപ്പോൾ 2 മാസത്തേക്കാണ് അവർ ലീവിന് പറഞ്ഞത്. എന്നിട്ട് ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞ് അറബിയുടെ അടുത്ത് പറഞ്ഞ് കല്യാണത്തിന് എനിക്ക് ഇത്തിരി 2 മാസത്തെ ഇതോടെ തന്നെ ആയ കുഴപ്പമില്ല നിൽക്കാൻ പറഞ്ഞു. അങ്ങനെയാണ് ഇപ്പം വന്നത്. ഞാൻ പറഞ്ഞ് എൻ്റെ ഉമ്മ വന്നിട്ടേ കല്യാണം നടത്താൻ പറ്റുള്ളൂ, പിന്നെ കൊച്ചുമ്മ വന്നില്ലെങ്കിലും പ്രശ്നമില്ല എന്ന് പറഞ്ഞു. കൊച്ചുമ്മായി ഇവനും പിന്നെ ഇവൻ്റെ തള്ളയും ഒരു അറബി വീട്ടിലായിരുന്നു. അറബി വീട്ടിലല്ല, ഇവർ പുറത്തെ വിസയിലായിരുന്നു. പുറത്തെ വിസയിൽ നടന്നിട്ട് അറബി വീട്ടിൽ വാടകയ്ക്ക് എടുത്തിട്ട് അവിടെ ഇവർ ഈ അഴുക്ക കാസറ്റുകളൊക്കെ ഇട്ട് കണ്ടിട്ട് എന്തോ അവിടെ അടി പ്രശ്നമൊക്കെ ആയി. അത് അവൻ്റെ ഉമ്മ തന്നെ നമ്മളടുത്ത് പറഞ്ഞത്, പിന്നെ ഇങ്ങനെ കാസറ്റ് ഇട്ട് കണ്ട് അത് അവരെ പറഞ്ഞില്ല, അവരെ കൊച്ചുമ്മ എൻ്റെ അനിയത്തി നിമിത്തം ഇത് വന്നതെന്നൊക്കെ പറഞ്ഞ്. അപ്പം ഞാൻ പറഞ്ഞ് പിന്നെ എന്തായിരുന്നാലും തെറ്റ് സംഭവിച്ചത് ഇരിക്കട്ടെ, ഞാൻ ഈ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇതൊക്കെ അറിയണത്. ഒരു ഞായറാഴ്ച കല്യാണം, പിന്നെ തിങ്കളാഴ്ചയായിരുന്നു വിളിച്ചിട്ട് പോണ്, ചൊവ്വാഴ്ചയായിരുന്നു എൻ്റെ 3ാമത്തെ അനിയത്തി വിരുന്നിന് വിളിക്കാനായിട്ട് അവിടെ ചെന്ന് അവർ വിരുന്നിനൊക്കെ വിളിച്ചിട്ട് അവരെ വീട്ടിൽ പോയി. എൻ്റെ അനിയൻ വന്നിട്ട് പറഞ്ഞ് അവളെ പേറ മൊത്തത്തിൽ ഈ കരിക്കട്ടയുടെ കളറിൽ കിടക്കണം. അപ്പോൾ ഞാൻ ചോദിച്ചു അതെന്ത് കയ്യിലൊക്കെ പാടൊക്കെ കിടക്കണം എന്ന് എൻ്റെ ഞാൻ പറഞ്ഞേക്കോ അത് വെറുതെ അത് പാത്രമോ കലമൊക്കെ കഴിയപ്പം കരിയായതായിരിക്കും എന്ന് പറഞ്ഞ്. എന്നിട്ട് ഞാൻ എന്ത് ചെയ്ത് ഇവർ ചൊവ്വാഴ്ച വിരുന്നിന് വിളിക്കുന്നു, ബുധനാഴ്ചയാണ് വിരുന്നിന് ചെല്ലാൻ പറഞ്ഞിരിക്കുന്നത്. ഇവർ വിരുന്നിന് ചെന്നില്ല. അപ്പോൾ അവരവിടെ നിന്ന് ഇങ്ങോട്ട് വിളിച്ചു പറഞ്ഞു ഇവർ വിരുന്നിന് വിളിച്ചിട്ട് വന്നില്ല, നമ്മളെല്ലാമൊക്കെ ഉണ്ടാക്കി ഒരു കേക്ക് വെച്ചിരിക്കണം, അവർ വന്നില്ല, എന്താണ് കാരണമെന്ന് തിരക്കാനും ചെന്ന് പറഞ്ഞു. ഇവരെ വിളിച്ച് ഇവർക്ക് അന്ന് ലാൻഡ് ഫോണൊന്നുമില്ല, മൊബൈലും ഇല്ല, ചില അപൂർവം ചില വീട്ടുകളിലെ ലാൻഡ് ഫോണുള്ളൂ. അങ്ങനെ ഇവരെ വീട്ടിൻ്റെ അവിടെ നിന്ന് ഒരു 3-4 കിലോമീറ്റർ ഇപ്പുറത്ത് വന്നാലേ ഒരു ലാൻഡ് ഫോൺ നമ്പർ എങ്ങനെ നമുക്ക് കിട്ടിയവരെന്ന്. ആ വിളിച്ചവൻ പറഞ്ഞ് അത് നിങ്ങൾ അവരെ ഒന്നും അറിയാൻ വയ്യ, ഒരുപാട് ദൂരെ പോയാലേ പറ്റുള്ളൂ, ചെന്ന് പറയാൻ ഇവിടെ ആളില്ല, അതുമല്ല മഴയാണ്. ഞാൻ ചെന്നപ്പോഴത്തേക്ക് പറയണം ഇവളെ ടയർ ഈ വെള്ളം വലിക്കുന്ന ഒരു റബ്ബറിട്ടാണ് ഒരു വെള്ളം കിണറ്റിൽ നിന്ന് വലിച്ചെടുക്കുന്നത്. ആ റബ്ബർ ഇട്ടിട്ട് ഇവളെ ഒരുപാട് അടി കൊടുത്തന്ന്. അടിച്ചത് എന്തിനെന്ന് ചോദിച്ചാൽ ഇവരെ ഉമ്മായും വേറെ ഇവൻ്റെ 2 കൂട്ടുകാരും ഇവരെല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന് നേരത്തെ ഇവർ പടം കണ്ടെന്ന്. പടം കണ്ടിട്ട് ഇവള് എല്ലാം അടച്ചു മൂടിയിട്ടാണ് സംസാരിക്കുന്നത്. അങ്ങനെ കണ്ടിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ സന്ധ്യയായപ്പോൾ ഇവരെ ഉമ്മായും ഇവനും കൂടെ ഇരുന്ന് ഇവൻ്റെ 2ാമത്തെ ഈ കുഞ്ഞുമോനെന്ന് പറഞ്ഞ ചെറുക്കനും കൂടെ ഇരുന്ന് പടം ഇട്ട് കണ്ട്. അപ്പോൾ ഈ അനിയത്തി പെണ്ണ് എന്ത് ചെയ്ത് ഈ കഥവിൻ്റെ ഈ പിന്നെ പലവേലുള്ള ജന്നൽപ്പാളിയാണ്. അപ്പോൾ അതിനകത്ത് ചെറിയ ഈ ഇതുണ്ട്, അകത്തോട്ട് കാണാം. അപ്പോൾ ഇവള് കിടന്ന് ഈ പടം കണ്ടിട്ട് ചിരിച്ച്. അപ്പോൾ ഇവളെ വിളിച്ചിട്ട് പറഞ്ഞ് മതിനി നിങ്ങൾക്ക് ഇത് പടം കാണണ്ടേ,
അപ്പം ഇവിടെ വിളിച്ചോണ്ടൊന്ന് കാണിച്ചിട്ട് അവൾ തന്നെ കിടന്ന് ചിരിച്ചപ്പോൾ ഇവ എന്ത് രീതി ചിരി ഇട്ടോണ്ട് ഇറങ്ങി വന്നു. ആരും എന്നെ ചിരിച്ചതെന്ന് പറഞ്ഞപ്പോൾ ഇവള് പറഞ്ഞ് അത് ഇവളാണ് ചിരിച്ചതെന്ന്. അപ്പോൾ ഇവള് പറഞ്ഞ് ഞാനല്ല ചിരിച്ച, അവളാണ് ചിരിച്ച എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇവ എന്ത് ചെയ്ത് നേരെ ചെന്നിട്ട് കെണ്ടി ചെന്ന് ഈ റബ്ബറിനെ വലിച്ചെടുത്തിട്ട് ഇവളെ ഒരുപാട് അടി അങ്ങ് കൊടുത്ത്. അടിച്ചെന്ന് പറഞ്ഞാൽ പേറെ മൊത്തത്തിൽ നല്ല കരിക്കട്ടയുടെ കളറിലായി. പറഞ്ഞത് ഞങ്ങൾ ചെന്നപ്പോൾ ഇത് കണ്ട് ഇവള് തന്നെ പറഞ്ഞത്. അപ്പം ഞാൻ ചോദിച്ചു മക്കളെ എന്തേ സംഭവം ഇങ്ങനെ ചവിട്ടെ അങ്ങനെ 2-3 ദിവസമല്ലേ ആയുള്ളൂ മോളെ, എന്തൊരു പ്രശ്നം അത് TV ഇട്ട് കണ്ട അത് അവർ കണ്ട. ഞാനല്ല പറഞ്ഞത്, അവളാണ് പറഞ്ഞ് ചിരിച്ചത്, ഞാൻ ചിരിച്ചെന്ന് പറഞ്ഞാണ് എന്നെ അടിച്ചത്. ഞാൻ പറഞ്ഞു എന്നാൽ പോട്ടെ മോളെ പോട്ടെ, 2-3 ദിവസമേ ആയുള്ളൂ. അപ്പോൾ ഇവള് കരഞ്ഞിട്ട് പറയണം നമ്മളെ നാട് പോലെ അല്ല, ഇവർ TV ഒക്കെ ഇട്ട് കാണുന്ന പടങ്ങൾ വേറെയാണ്, ഞാൻ കണ്ടിട്ടില്ലാത്ത പടങ്ങളാണ്. ഞാൻ പറഞ്ഞ മക്കളെ അത് നിനക്ക് തോന്നണമായിരിക്കും, അത് വേറെ പിന്നെ എനിക്ക് ബന്ധമൊഴിച്ച് തന്നാൽ മതി, ഞാനും എത്ര നാളുവാണെങ്കിലും വീട്ടിൽ ഇരുന്ന്. ഞാൻ പറഞ്ഞു മക്കളെ ഞാൻ അന്യരാജ്യത്ത് കിടന്ന് വെയിലും തീയും കൊണ്ട് കഷ്ടപ്പെട്ട് ഞാൻ ഇത്രയും പാടുകൂട്ടി നിന്നെ അയച്ചു. 2 മക്കളൊക്കെ ആകുമ്പോഴത്തേക്കും ഒരു കുട്ടിയാകുമ്പം തന്നെ ഇതൊക്കെ അങ്ങ് മാറും. മോള് സഹിച്ചും കണ്ട് വരുമ്പോൾ നമ്മൾ 7-8 എണ്ണത്തിൻ്റെ ഇടയിൽ ഇവളാണ് അന്നുള്ളത്. അപ്പോൾ എല്ലാവരും കൂടെ ചെല്ലം കൊടുത്ത് വളർത്തിയതാണ്. അപ്പം ഞാൻ പറഞ്ഞു മക്കളെ നമ്മളെ വീട്ടിലുള്ള ചെല്ലം നമുക്ക് ഫോണെടുത്ത് കിട്ടണമെന്നില്ല മേഡം. അതിന് ഞാൻ പറഞ്ഞു മക്കളെ കുറച്ച് എങ്ങനെയെങ്കിലും സഹിച്ചും പുറത്തു വെക്കാൻ അത് കഴിഞ്ഞിട്ട് ഇവക്ക് ഈ പണ്ടത്തെ ഒരു പൗത്രക്കെട്ട് മാല, ഒരു മാല 8 പവനാണ് മേഡം. അത് ഈ പൗത്രക്കെട്ടെന്ന് പറയും പണ്ടത്തെ. അത് ഒട്ടിപ്പുള്ള മാലയല്ല, ഈ കൊരുത്തിട്ടെടുക്കണതാണ്. തലമുടി എൻ്റെ കയറി കൊണ്ടിട്ട് ഇതങ്ങ് പൊട്ടിപ്പോയി. അപ്പോഴേ ഇവർ പറഞ്ഞ് അത് പെൻസിലെ മാലയാണ്, അത് അവിടെ കൊണ്ടിട്ട് ഓടുന്നും പറഞ്ഞുകൊണ്ട് തള്ള അവിടെ കിടന്ന് വഴക്കുണ്ടാക്കി കൊടുക്കുക. പിറ്റേന്ന് ഇവർ ഈ മാലയും കൊണ്ട് വീട്ടിൽ വന്നിട്ട് പറഞ്ഞു മാമി ഇങ്ങനെ മാല പൊട്ടിപ്പോയി. 3 മാസം അവിടെ നിന്ന്. അപ്പോൾ വിസ ഉണ്ടെന്നും പറഞ്ഞാണ് ഇവൻ വന്നത്. അപ്പോഴും പറഞ്ഞ് 3 മാസം നിന്നിട്ട് എൻ്റെ കയ്യിലുള്ള ചിലവാണ് ഞാൻ അവിടെ നടത്തിയത്, ഇവരുടെ കയ്യിൽ നിന്ന് 1 രൂപ പോലും ഞാൻ മാറ്റി അടയ്ക്കുകയും ചെയ്യില്ല. അപ്പോൾ ഇവള് പറയുമ്പോൾ പൈസയൊന്നും കയ്യിലില്ല, പിന്നെ വിസയൊന്നുമില്ല, അത് വെറുതെ പറഞ്ഞതാണ് എന്നൊക്കെ പറഞ്ഞ്. ഞാൻ പറഞ്ഞു എന്നാൽ ഒരു കാര്യം വിസ ഉണ്ടെങ്കിൽ നോക്കാൻ പറയാം, അത് പൈസയില്ല, വിസ എടുക്കാൻ പൈസയില്ല. അങ്ങനെ ഞാൻ തരുത്. അപ്പോൾ ഇവൻ പറഞ്ഞു ഇവിടെ തിരുവനന്തപുരത്ത് അക്ബർ ട്രാവൽസിൽ ഒരു വിസയ്ക്ക് 1 ലക്ഷം രൂപയാണ് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു എന്നാൽ ഒരു കാര്യം ഈ പൈസ ഇല്ലെങ്കിൽ ഇതിൽ നിന്ന് ഉരുപ്പടി 15 പവൻ്റെ ഉരുപ്പടി ഇത് കല്യാണത്തിനിട്ട് എല്ലാം കൂടെ ബന്ധുക്കളെല്ലാം കൂടെ ഇട്ടെടുത്ത് എല്ലാം കൂടെ 10-25 പവനുണ്ട്. 15 പവൻ്റെ സ്വർണ്ണം 60,000 രൂപയ്ക്ക് വിറ്റിട്ട് പിന്നെ ഞാൻ ഒരു 10-15,000 രൂപ അനിയത്തിരിന്ന് കൂടെ പൈസ വെച്ച് 75,000 രൂപ കൊടുത്ത് വിസയ്ക്ക് കൊടുത്ത് 1 മാസമേ ഉള്ളൂ പോവാനെന്ന് പറഞ്ഞു. അപ്പോൾ വീട്ടിൽ വന്നിട്ട് 3 മാസം. അപ്പോൾ ഇവിടെ 45 ദിവസം അങ്ങാണ്ട് ഗർഭിണിയായെന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്ന് ആശുപത്രി പരിശോധിച്ചിട്ടൊന്ന് പറഞ്ഞു ഇപ്പോൾ മക്കൾ വേണ്ട, ഇപ്പോൾ മക്കളായാൽ പറ്റൂല, എന്നെ കൊണ്ട് പറ്റൂല, എടുക്കൂല എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു അത് കുഴപ്പമില്ല, ഞാൻ എൻ്റെ അനിയത്തിമാർക്ക് ഉണ്ട്, എൻ്റെ അനിയത്തിക്ക് പെമ്മക്കളില്ല. അപ്പോൾ അവർ പറഞ്ഞു കൊള്ളാം ഒരു കുട്ടിയാണെന്ന്. അപ്പോൾ അങ്ങനെ ഇത്രയും നീളത്തിന് ഒരു പാട്ട പുളിയും കൊണ്ട് വരണവൻ. അപ്പോൾ എനിക്ക് അറിഞ്ഞുകൂടെ ഇതെന്തിനുള്ള ഗുളികയാണെന്ന്. അപ്പോൾ ഞാൻ ചോദിച്ചു ഇതെന്തിനുള്ള ഗുളിക. അപ്പോൾ അവളുടെ അടുത്ത് പറഞ്ഞത് വിറ്റാമിൻ ഗുളികയാണെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞത് വിറ്റാമിൻ ഗുളിയല്ല. അപ്പോൾ ഇത് വിറ്റാമിൻ ഗുളിയല്ല, 1-2 തിന്നവള് തിന്നിട്ട് ഞാൻ അതിൽ നിന്ന് 2-3 പൊട്ടിച്ച് നെടുമങ്ങാട്ട് ഒരു മെഡിക്കൽ സ്റ്റോറിൽ കൊണ്ട് കാണിച്ച് ഇതെന്തിനുള്ള ഗുളികയാണെന്ന് അറിയണമല്ല. കുറേ കൊണ്ട് ഒരു 10-100 വരും ഒറ്റ പാക്കറ്റ്. ഇതിൽ നിന്ന് 2-3 ഗുളിയെടുത്ത് നെടുമങ്ങാട്ട് മെഡിക്കൽ സ്റ്റോറിൽ കൊണ്ട് കാണിച്ചപ്പോൾ പറഞ്ഞ് അയ്യോ ഇത് കൊടുക്കരുത്, കൊടുത്തു കഴിഞ്ഞാൽ അത് പ്രശ്നമായിട്ട് മാറും, അത് നിങ്ങൾ എന്തായിരുന്നാലും അത് ഒന്നും ചെയ്യരുതെന്ന് പറഞ്ഞു. അതിനെടുത്ത് നിങ്ങൾ കളയേ എന്തെങ്കിലും ചെയ്യും. ഞാൻ എന്താ ചെയ്യും, ഈ ഗുളിക എടുത്തിട്ട് ഇവളെടുത്ത് പറഞ്ഞു ഇനി അത് കഴിക്കരുതെന്ന് പറഞ്ഞു. പിന്നെ അവൾ കഴിച്ചില്ല, ആ ഗുളിക ഞാൻ എടുത്ത് മാറ്റി. അപ്പോൾ ഇവൻ അവിടെ പ്രശ്നം ഉണ്ടാക്കി, ഗുളിക കഴിക്കണം, അത് എപ്പോഴും മക്കളെ വേണ്ട എന്നൊക്കെ പറഞ്ഞു. ഇവന് പോകാൻ പിന്നെ ഡേറ്റും ഇല്ല. ഇവൻ കയറി പോവുകയും ചെയ്തു. പോയി ഇവളെ പ്രസവിച്ച് പോയി ഒരു 6-7 മാസം വരെ ജോലിയൊന്നും ഇല്ലെന്നൊക്കെ പറഞ്ഞ് ഇവൾക്ക് 8 മാസമായപ്പം അയച്ചെന്ന് തന്നെ പറയണം. 10,000 രൂപ അയച്ചു മേഡം. അപ്പോൾ ഞാൻ ഈ 4 ചുറ്റുപാലും അത് ഇതൊക്കെ വാങ്ങിക്കണേൽ പൈസ പിന്നെ ചിലവിനൊക്കെ എൻ്റെ അനിയത്തിമാരോ ഒക്കെ അവരെന്തെങ്കിലുമൊക്കെ തന്നെ എല്ലാം കൂടെ ഒന്ന് ചെയ്യുന്ന ഒരു വീട്ടിൽ തന്നെ. അപ്പോൾ എങ്ങനെയെങ്കിലുമൊക്കെ അങ്ങ് കഴിഞ്ഞു പോകും. അപ്പോൾ ഇവിടെ ഗർഭിണിയെ പിന്നെ ഇപ്പം എൻ്റെ അടുത്ത് പൈസയും ഇല്ല. അതിന് ഈ 10,000 രൂപ അയച്ചേന്ന് കടമൊക്കെ പാലിനൊക്കെ കൊടുത്തിട്ട് പിന്നെ അതിൽ ബാക്കി 1,500 രൂപയുണ്ട്. പ്രസവ ചിലവിന് പിന്നെ പൈസയൊന്നുമില്ല. ഞാൻ ആശുപത്രി കൊണ്ട്. അപ്പോൾ ഇവള് പ്രസവിച്ച് പെൺകുട്ടിയെന്ന് ഞാൻ വിളിച്ച് പറഞ്ഞു, പൊന്നു മേഡം ഇവൻ അവിടെ
ഫോണിൽ കൂടെ ഞങ്ങളെ പറയാൻ ചീത്തയൊന്നുമില്ല. ഞാൻ അന്ന് വേണ്ടെന്ന് പറഞ്ഞില്ലേ, ഞാൻ ഇനിയിപ്പോൾ ഇവിടെ പോകും, പെണ്ണായതുകൊണ്ട്. ഇടയ്ക്ക് ഫോണിലൊക്കെ വിളിക്കുവോ പപ്പ? വിളിക്കാറില്ല. ഞാൻ പഠിച്ചിരുന്ന സമയത്ത് അന്ന് വന്നതല്ലാതെ 8ാം ക്ലാസ്സിൽ പോയിട്ട് പുള്ളി വന്നതല്ല, ജയിലിൽ നിന്നാണ് പറഞ്ഞത്. ഞാൻ എന്തെങ്കിലും അപ്പം ഇങ്ങനെ ചിലവുണ്ട്, വീട്ടിൽ ഇങ്ങനെ ചിലവുണ്ടെന്നൊക്കെ പറയാൻ നേരത്ത് പറയും ഞാൻ വണ്ടി ഇടിച്ച് കിടക്കണം, എന്നെ ഇനി വിളിക്കല്ല്, എന്നാരും വിളിക്കല്ല്. പിന്നെ എന്ത് പറയാനായിട്ട് നാണക്കേട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇതുവരെയുള്ള സ്കൂൾ ജീവിതത്തിൽ എല്ലാ സ്ഥലത്തും എനിക്ക് നാണക്കേട് ഉണ്ടായിട്ടുള്ളൂ ഈ പുള്ളിക്കാരൻ കാരണം. അവിടെ സ്കൂളിൽ വന്നിട്ട് സ്കൂളിൽ പെണ്ണുങ്ങളുണ്ടെങ്കിൽ അവിടെ വായി നോക്കാം. കാരണം എല്ലാവരുടെ മുന്നിൽ, ടീച്ചർമാരുടെ മുന്നിൽ, എല്ലാവരുടെ മുന്നിൽ ഞാൻ നാണം കെടുക. പിന്നെ PTA മീറ്റിംഗ് വന്നാലും എനിക്കൊരു വാപ്പ എന്ന് പറഞ്ഞ് കൊണ്ടുപോകാനായിട്ട് എനിക്ക് നാട്ടുകാരെ കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. എനിക്ക് എൻ്റെ സ്വന്തം വാപ്പായെ കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. കൊണ്ടുപോയാലോ അവിടെ മാന്യത കാണിക്കുമോ അതുമില്ല. അപ്പം അങ്ങനെ ഒരു വ്യക്തി എനിക്ക് എന്താ പറയുക വെച്ചാൽ എനിക്കറിയില്ല. പിന്നെ വീട്ടിലും പുള്ളി മാന്യത അല്ല. കാരണം ഒരു പെൺകുട്ടിയാണ്, ഞാനൊരു പെണ്ണാണ് എന്നുള്ള ഒരിതില്ല. കാരണം ഞങ്ങൾക്ക് ഒരു 3 റൂമുണ്ട്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ബാത്റൂമിൽ പാസ് ചെയ്യുമ്പോൾ വാപ്പ ഞങ്ങളുടെ TV-യിൽ ബ്ലൂ ഫിലിം കാണുക. അപ്പം ഞാനിത് കണ്ടുകൊണ്ട് വരികയാണ്, എൻ്റെ അനിയനിത് കണ്ടുകൊണ്ട് വരികയാണ്. അനിയൻ ഇപ്പോൾ 8ാം ക്ലാസ്സിൽ പഠിക്കുക എന്നുള്ളൊരു ചിന്തയില്ല. എന്നിട്ട് ഞാനത് ഉമ്മ ഇങ്ങനെയാണ്, ഞാൻ കാര്യം ചെയ്യാം, ഹോസ്റ്റലിൽ നിൽക്കാം, എന്താ ചെയ്യുക, എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഉമ്മ എന്ന് ചോദിച്ചപ്പോൾ ഉമ്മ എന്നെ ഹോസ്റ്റലിൽ നിർത്തി. അവിടെ നിന്ന് വാപ്പ അവിടെ നിന്ന് തന്നെ തട്ടി ഇങ്ങോട്ട് കൊണ്ടുവന്നു വീട്ടിൽ. അവിടെ ഭയങ്കര പ്രശ്നങ്ങളുണ്ടാക്കി. അവിടെ വാപ്പ പൈസ അടയ്ക്കൂല. ഉമ്മക്ക് ഈ ഏജ് ഓവറായപ്പോൾ ഉമ്മ കയറ്റി വിട്ടതാണ്. കാരണം നിൽക്കാൻ വയ്യ, ഉമ്മക്ക് മുട്ട് വയ്യ, അങ്ങനെ കാര്യങ്ങൾ. വാപ്പയുടെ കാര്യത്തിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ വാപ്പ എന്നിട്ട് പള്ളിക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ വാപ്പ പള്ളിക്കാർക്ക്, ഞങ്ങളുടെ പള്ളിക്കാർക്ക് വേണ്ടി വാപ്പ എന്തും ചെയ്യും. അപ്പോൾ ഒരു സ്പ്രേയോ ഒരു സോപ്പോ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ വീഴുന്ന ആൾക്കാരവർ. അപ്പോൾ അവരെ മുന്നിലും ഉമ്മ, ഞാൻ പഠിക്കുന്ന സമയത്തും എൻ്റെ അനിയനെ വരെ ചെറുതിലെ സ്കൂളിൽ നിന്ന് കഴിഞ്ഞിട്ട് ഞങ്ങൾ പള്ളിയിൽ പോയി കരയുക. പള്ളിയിൽ കരഞ്ഞ് പറഞ്ഞ് കോടതിയിലെത്തിയപ്പോൾ കണക്ക ഞങ്ങളുടെ വക്കീലിനെ ഞങ്ങൾ പറഞ്ഞ് മോളെ അതിനെ മോളെ പോലെ കാണത്തുള്ളൂ, എനിക്കൊരു മോളുണ്ട്, എൻ്റെ കാര്യങ്ങളും എൻ്റെ വിഷമങ്ങളും എൻ്റെ വീട്ടിലെ കാര്യങ്ങളൊക്കെ കേട്ടിട്ട് ഈ വക്കീൽ വാപ്പയുടെ എതിർവശത്ത് തിരിഞ്ഞു. എന്നിട്ട് ഞങ്ങൾ വേറൊരു വക്കീലിനെ പിടിച്ചു. പുള്ളിക്കാരൻ ഇപ്പോൾ കേസ് നടന്നുകൊണ്ടിരിക്കുക. 9,000 രൂപ മാസം ചിലവ്, പിന്നെ കേസ് എന്ന് മുതലാണോ കൊടുത്തത് അന്ന് വരെയുള്ള ചിലവും, പിന്നെ എൻ്റെ കല്യാണ ആവശ്യത്തിനുള്ളത് മാത്രമേ ചോദിക്കുന്നുള്ളൂ. പിന്നെ ഈ സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഉമ്മയെ അടിയും എൻ്റെ മുന്നിൽ ഞാൻ കാണുന്നതാണ്. എനിക്ക് പഠിക്കാൻ പോലും ഒരു സ്വാതന്ത്ര്യം ഒന്നും ഇല്ലായിരുന്നു എൻ്റെ വീട്ടിൽ. ഞാൻ ഒരുപാട് ആഗ്രഹിച്ചത് ഹോസ്റ്റൽ ജീവിതമായിരുന്നു. കാരണം വീട്ടിലൊന്നും അടി, വഴക്ക്, പാത്രം പറിക്കൽ, ഫുഡ് കഴിക്കുമ്പോൾ നീ എൻ്റെതല്ല, നീ എന്നിലുണ്ടായതല്ല എന്നൊക്കെയാണ് അപ്പോൾ പറയണത്. എൻ്റെ അനിയൻ്റെ മുന്നിൽ വെച്ച് തെറി, പച്ചത്തെറി, വൃത്തികെട്ട രീതിയിൽ വരെ ഒരു ആൺകുട്ടിയുടെ പറയണ ഒരു വാപ്പ എങ്ങനെയാണ് എനിക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഞാൻ പറയുവെച്ചെങ്കിൽ പുള്ളിക്കാരൻ ഇനി കോംപ്രമൈസ് രീതിയിൽ അഡ്വക്കേറ്റ് ഒരുപാട് ശ്രമിക്കുന്നുണ്ട്, കോംപ്രമൈസ് ചെയ്യാൻ പറ്റുമോ, നിങ്ങൾ ഒരുമിച്ച് പോകാൻ പറ്റുമോ എന്നൊക്കെ. പക്ഷെ ഒരുമിച്ച് വന്നാലും ഞാനൊരു പെൺകുട്ടിയാണ്, എനിക്കെൻ്റെ വാപ്പാരുടെ അടുത്ത് സുരക്ഷിതമല്ല. കാരണം എനിക്ക് വാപ്പ എന്ന് പറയാൻ എനിക്ക് പറ്റില്ല പുള്ളിക്കാരനെ, അതെൻ്റെ വീട്ടുകാർക്കറിയാം. വാപ്പ പറഞ്ഞ സമയത്ത് ഞാൻ എൻ്റെ കൊച്ചമ്മയുടെ വീട്ടിൽ പോയാൽ കിടക്കണം. എനിക്ക് അപ്പുറത്തും ഇപ്പുറത്തും എൻ്റെ വീടുണ്ട്, എനിക്ക് ഓടി പോകാൻ പറ്റത്തില്ല. ഞാൻ ഒരു പെൺകുട്ടിയാണ്, എനിക്ക് ഈ കല്യാണം കഴിച്ച് പോകാൻ പ്രായമായി. അതൊക്കെ വാപ്പയാ നോക്കേണ്ട, നാട്ടുകാരല്ല. സാരമില്ല, അമ്മ ഉരച്ചലക്കി തരും മോനെ. മോനെ, അമ്മയുടെ കൈ കൊണ്ടുള്ള വൃത്തി പോലെ നമുക്കാകില്ല. ഇളക്കാൻ പറ്റുമോ? മെഷീനിൽ സർഫ് എക്സൽ മാറ്റിക് ഇടുക. ഇത് തരും ഹാൻഡ് റബ് ആക്ഷൻ പോലുള്ള വൃത്തി മെഷീനിൽ തന്നെ. അമ്മേ, ഞങ്ങളും വൃത്തിയാക്കി അമ്മേ പോലെ. സർഫ് എക്സൽ മാറ്റിക് ഫോർ മെഷീൻസ്. Slipping and sliding, zipping and zooming, dripping and diving at Black Thunder. Slipping and sliding, break away from the rest of the world. Calling everybody, every boy and girl. Waterfall, water rides, what a lot of fun. Come on everybody, come along. Fun never ends at Black Thunder. Black Thunder, Uchi Main Road, Mettupalayam. മാങ്ങയുടെ രസത്തിനൊപ്പം എത്തുന്നു കറിയുടെ വിരസതയും. പക്ഷെ വെറും സാധാരണ ഡിറ്റർജന്റ് പോരാ, അതിനാൽ വാനിഷ് ഡിറ്റർജന്റിനൊപ്പം വാനിഷ് ചേർത്ത് അലക്കൂ. ടാരഗോൺ മാംഗോസോൺ, എപ്പോഴും ഡിറ്റർജന്റിനൊപ്പം വാനിഷ് ചേർക്കൂ. മെഹന്തി ഡൺ. ഇപ്പൊ ഫോട്ടോ റിഹേഴ്സൽ. ചെറുക്കൻ പെണ്ണിന്റെ തോളി കൈയിടുന്നു. കൈവയ്ക്ക്, നാണിക്കണം.
ഈ മൊമെന്റ്സ് ആ ലൈഫ് ലോങ് നിന്റെ കൂടെ ഉണ്ടാവുക. കേരള മാട്രിമണിയുടെ മാട്രിമണി ഫോട്ടോഗ്രാഫി അത് ബെസ്റ്റ് ആയി ക്യാപ്ചർ ചെയ്യും. മാട്രിമണി ഫോട്ടോഗ്രാഫി. ബെസ്റ്റ് മൊമെന്റ്സ് ക്യാപ്ചർ ചെയ്യാൻ ബെസ്റ്റ് ഫോട്ടോഗ്രാഫി. നിങ്ങൾ ടോയ്ലറ്റ് എങ്ങനെയാ മെയിൻറ്റെയിൻ ചെയ്യുന്നത്? മെയിൻറ്റെയിൻ ടോയ്ലറ്റ് വൃത്തിയാക്കുന്നുണ്ടല്ലോ. കറക്റ്റ്. ഹാർപ്പിക് ലിക്വിഡ് കൊണ്ട് ടോയ്ലറ്റ് വൃത്തിയാക്കുന്നുണ്ട്. പക്ഷേ ടോയ്ലറ്റിന്റെ ഓരോ യൂസിന് ശേഷവും അതിന്റെ വൃത്തി മെയിൻറ്റെയിൻ ചെയ്യുന്നു ഹാർപ്പിക് ഓട്ടോമാറ്റിക്സ്. ഓരോ ഫ്ലഷിനൊപ്പവും ഇത് പഴയ രീതിയിലുള്ള ശുചിത്വവും ഫ്രഷ്നെസ്സും നിലനിർത്തും. ഓട്ടോമാറ്റിക്കലി വൃത്തിയാക്കുന്നു, വൃത്തിയോടെ വെക്കുന്നു. അവതരിപ്പിക്കുന്നു അക്വാഫ്രഷ്. MRF വെൽപോക്യൂറിൽ നിന്ന് വളരെ മികച്ച രീതിയിൽ കറകളെ തടയുന്ന പോളിയൂറത്തൈൻ അടിസ്ഥാനമായ പെയിന്റ്. അക്വാഫ്രഷ്, നോ ഓർഡിനറി പെയിന്റ്. ഇത് എത്ര ദിവസം ഉപയോഗിക്കാം? 1 മാസത്തേക്കാൾ അല്പം കുറവ്. ഇത് കാഴ്ചക്ക് ചെറുതാണ്, പക്ഷെ 2 മാസം മുഴുവനും നിൽക്കും. ചെറിയ ഹാർപ്പിക് ഡിറ്റർജന്റിനെ അപേക്ഷിച്ച് 100 മടങ്ങ് മെച്ചപ്പെട്ട വൃത്തിയാക്കൽ 2 മാസം മുഴുവനും ഉപയോഗിക്കാം. സൂപ്പർ. അതിനാൽ നിങ്ങളും എടുക്കൂ ഹാർപ്പിക് ചെറിയ ചാലഞ്ച്. അക്ഷയ തൃതീയ നാളിന്റെ ഐശ്വര്യം നിറയുന്ന മനോഹരമായ ആഭരണങ്ങൾ. സവിശേഷ വിലകളിൽ ഇപ്പോൾ മുൻകൂട്ടി ബുക്ക് ചെയ്യൂ. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ്. സെലിബ്രേറ്റ് ദി ബ്യൂട്ടി ഓഫ് ലൈഫ്. This is the story of love it. Beware. ഒരു കുഞ്ഞു bite is all it will take. When your motor confuses the clutch and the brake. Beware. Love it chocolate. So delicious. ഇത് റീസൺ ഇല്ലാതെ ആരും ഷെയർ ചെയ്യില്ല. Love it. If someone shares, beware. ഇത് എത്ര ദിവസം ഉപയോഗിക്കാം? 1 മാസത്തേക്കാൾ അല്പം കുറവ്. ഇത് കാഴ്ചക്ക് ചെറുതാണ്, പക്ഷെ 2 മാസം മുഴുവനും നിൽക്കും. ചെറിയ ഹാർപ്പിക് ഡിറ്റർജന്റിനെ അപേക്ഷിച്ച് 100 മടങ്ങ് മെച്ചപ്പെട്ട വൃത്തിയാക്കൽ 2 മാസം മുഴുവനും ഉപയോഗിക്കാം. സൂപ്പർ. അതിനാൽ നിങ്ങളും എടുക്കൂ ഹാർപ്പിക് ചെറിയ ചാലഞ്ച്. 2-in-1 വിവെൽ. ഇതിൽ മിക്സ് ഫ്രൂട്ടിന്റെയും മിൽക്ക് ക്രീമിന്റെയും ഗുണങ്ങൾ വിറ്റമിൻ ഇ. സെർച്ച് ചെയ്യാനൊക്കെ അവരുടെ ഭാഗത്തുനിന്ന് ആരും വന്നിട്ടില്ല. കേസ് ഉണ്ട് പറഞ്ഞ എന്ത് കേസാ? കുടുംബ കോടതിയിൽ കുടുംബ കോടതി എന്തിനു വേണ്ടി കൊടുത്തു? കൊടുത്തത് ഇവളെ ഉരുപ്പടിയും കിട്ടണം, പിന്നെ ഈ പീഡിപ്പിച്ചെഴുതിയ സ്ഥലം തിരിച്ച് മടങ്ങി കൊടുക്കണം. അത് ആ സ്ഥലം എങ്ങനെ അയാളുടെ കൈവശമായത്? കൈവശമായത് 25,000 രൂപ ലോൺ എടുക്കാൻ കൊണ്ടുപോകണമെന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടുപോയി. അപ്പൊ അത് ഇവരെ കൊണ്ടുപോയിട്ട് അയാളുടെ പേരിൽ രജിസ്റ്റർ എഴുതി 20,000 രൂപയ്ക്ക് വില ആധാരമായിട്ട് വില ആധാരമായിട്ട് അയാളുടെ പേരിൽ മേടിച്ചു. എഴുതി വാങ്ങിച്ചു. അപ്പൊ അത് നിങ്ങളുടെ സ്ഥലം അല്ലേ? അപ്പൊ അത് ഇത് നിങ്ങൾക്ക് അറിയില്ല, അത് വായിച്ചു നോക്കിയിട്ടൊന്നുമല്ലോ ഒപ്പിട്ടത്? ഇല്ല, വായിച്ചൊന്നും നോക്കിയില്ല. പള്ളിയിൽ വെച്ചിട്ട് എല്ലാ മുസ്ലിയാരും കൂടി ചേർന്നിരുന്നിട്ട് തലാക്ക് ചൊല്ലി എന്നിട്ട് ഒരു റൂമിൽ കൊണ്ടുപോയിട്ട്, ഒരു വെട്ടൊന്നുമില്ലാത്ത റൂമിൽ കൊണ്ടുപോയിട്ട് മുസ്ലിയാരെല്ലാവരും കൂടി വളഞ്ഞിരുന്ന്, ഞങ്ങളുടെ മുസ്ലിയാരും അവരുടെ മുസ്ലിയാരും ഞാനും എല്ലാവരും ഉണ്ടായിരുന്നു. എന്നിട്ട് മക്കളും നിങ്ങളൊക്കെ വെളിയിൽ നിൽക്കാൻ പറഞ്ഞിട്ട് ഉമ്മായ മാത്രം, ഉമ്മക്ക് 10ാം ക്ലാസ് വിദ്യാഭ്യാസം മാത്രമേ ഉള്ളൂ. ഉമ്മ അതൊന്നും വായിച്ചു നോക്കില്ല. എന്ത് എഗ്രിമെന്റ് വന്നിരുന്നാലും ഞാനാണെങ്കിൽ വായിച്ചു നോക്കും എന്നുള്ള പേടി കൊണ്ട് വാപ്പായും ഈ ആൾക്കാരൊന്നും എന്നെ റൂമിൽ കയറ്റിയില്ല. അപ്പം അതിൽ എഴുതിയിരിക്കുക, എൻ്റെ ഭാര്യയും എൻ്റെ മക്കളുമായിട്ട് കൊടുക്കേണ്ടതൊക്കെ കൊടുത്ത് എല്ലാ ബന്ധവും അവസാനിച്ചിരിക്കണമെന്ന് പറഞ്ഞിട്ട് ഉമ്മായി കൊണ്ട് ഒപ്പിടിക്കാനായിട്ട് പോയപ്പോൾ ഞാൻ ചെന്ന് വാതിൽ തുറന്ന് പള്ളിക്കാരൊക്കെ എൻ്റെ ഭയങ്കര പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. നെടുമങ്ങാട് പള്ളിക്കാര് ഒപ്പിട്ടില്ല. ഞാനത് കീറിക്കളഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ പെൺകുട്ടിയാണ്, എനിക്കൊരു അനിയനുണ്ട്, ഞങ്ങൾക്കൊന്നും കിട്ടിയിട്ടില്ല. വാപ്പ എന്നുള്ള പേരിൽ എനിക്ക് വാപ്പാന്നേ വിളിക്കാൻ പറ്റത്തുള്ളൂ. വാപ്പയുടെ അനിയനെ ഒരിക്കലും വാപ്പാന്ന് വിളിക്കാൻ പറ്റത്തില്ല. വാപ്പ ഇതൊക്കെ ചെയ്ത് തരണം, വാപ്പയുടെ കടമയാണെന്ന് ഞാൻ പറഞ്ഞു വാപ്പാടേല്. അപ്പോൾ എൻ്റെ മുഖത്ത് കൈ ചൂണ്ടിയിട്ട് പുള്ളിക്കാരൻ പറയാ, ഞാൻ വണ്ടിയൊക്കെ ഓടിക്കാറുണ്ട് നെടുമങ്ങാടൊക്കെ. അപ്പോൾ നീ വണ്ടിയിലൊക്കെ ഇറങ്ങാൻ നേരത്ത് നിന്നെ അങ്ങ് തീർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പേടിക്കില്ല, പിന്നെ എനിക്ക് നിന്റെ ഉമ്മായ, അതെനിക്ക് എപ്പോഴും ആണെങ്കിലും തീർക്കാന്ന്. അയാൾക്ക് ഇതില്ലാതെ വേറെ പ്രോപ്പർട്ടി ഉണ്ടോ? ഞങ്ങൾ അറ്റാച്ച് പേടിച്ചിട്ട് മക്കളുണ്ടല്ലോ, മറ്റുള്ളവർ വില എഴുതി കൊടുത്തിട്ടുണ്ടോ? അത് ശരി. പിന്നെ നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യായിരുന്നു, അതായത് സ്ത്രീ പീഡനത്തിനൊക്കെ കേസ് കൊടുക്കായിരുന്നു. അത് നിങ്ങൾ ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. കാരണം ഈ നെടുമങ്ങാട് സ്റ്റേഷനിൽ കൊടുത്തിട്ട് അവർ ചാർജ് ചെയ്തിട്ടില്ല. അവിടെ കൊടുത്തിട്ടും എവിടെ പോയി? അതെന്നാ നിങ്ങളിപ്പോ കല്യാണം വിവാഹം കഴിഞ്ഞിട്ട് 10-20 കൊല്ലായില്ലേ? അപ്പൊ അന്ന് കൊടുക്കേണ്ടിയിരുന്നു. അത് ഇപ്പൊ കൊടുത്തിട്ട് കാര്യമൊന്നുമില്ല. ഇപ്പൊ നിങ്ങൾ തമ്മിൽ യാതൊരു ബന്ധവുമില്ല അല്ലേ? എത്ര കൊല്ലായി നിങ്ങൾ പരസ്പരം കണ്ടിട്ട്? എല്ലാ രീതിയിലും സ്വാധീനിക്കാൻ ശ്രമിക്കുന്നുണ്ട്. കാരണം പുള്ളിക്കാരന്റെ സഹോദരന് രാഷ്ട്രീയവും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ആ ഒരു ബലത്തിൽ പറയാൻ, നീ എവിടെ ഞാനൊരു കൊല ചെയ്താലും എന്നെ ആരും ശിക്ഷയില്ല. പിന്നെ പുള്ളിക്കാരന് ഒരുപാട് കേസുകളുണ്ട്. കേസുകൾ എന്ന് പറയുമ്പോൾ പറഞ്ഞാലും അത് നമ്മളത് സീരിയസ് ആയിട്ട് എടുക്കും.
കാരണം അങ്ങനെയാണ്, പുള്ളിക്കാരങ്ങനെയാണ്. ഒരു പേടിയാവും, കണ്ടു കഴിഞ്ഞാൽ തന്നെ ഒരു പേടിയാണ്. ഞാൻ അടുത്ത് പോകത്തില്ല, അടുത്ത് പോയി അപ്പടിക്കും എന്നെ. പേടിച്ചിട്ട് അനിയനും പോകത്തില്ല, കാരണം പേടിച്ചിട്ടാ. വാപ്പയുടെ പല പാസ്പോർട്ട് ഉണ്ട്. അപ്പം ഞാനിത് ചോദിച്ചു, അപ്പം എന്തിനാ ഇത്രയും പാസ്പോർട്ട് വാപ്പക്ക്? ഒരു പാസ്പോർട്ട് പോലും നാസർ അബ്ദുൽ മജീദ്, നിസാമുദ്ദീൻ, പിന്നെ വെറും നിസാം. പുള്ളി ബിഗ് വയ്ക്കുന്നുണ്ട്. ചില ഇതിൽ ബിഗ് മാറ്റിയിട്ട് ചില ഇതിൽ ബിഗ് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞാനിത് എടുത്ത് വെച്ചപ്പോൾ പള്ളിക്കാരെല്ലാവരും കൂടി, ഒരു നെടുമങ്ങാട് പള്ളിക്കാരെല്ലാവരും കൂടി ഇങ്ങനെ ഇരുന്നിട്ട് ഒരു ചർച്ച ഉണ്ടായി അവിടെ. എന്നിട്ട് അവർ എൻ്റെ കാല് പിടിച്ച്, മോളെ അത് തരോ പ്ലീസ് പ്ലീസ്, നിൻ്റെ ബാപ്പല്ലേ, എത്രയായിരുന്നാലും അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ, നിനക്ക് ജന്മം തന്നല്ലേ, കൊടുക്കോ, നാളെ ഇരുന്നാലും നിന്നെ കല്യാണം കഴിപ്പിച്ച് അയക്കാന്നാലും പുള്ളിക്കാർ കൈ പിടിച്ച് തന്നാലേ നിനക്കൊരു വാപ്പാന്ന് പറഞ്ഞ് പന്തലിൽ കൊണ്ട് നിർത്താൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ച്, എന്നിട്ട് ഞാനത് കൊടുത്ത് കോപ്പി എടുത്ത് വെച്ചിട്ടുണ്ട്, ബാക്കി അങ്ങ് കൊടുത്തു പാസ്പോർട്ട്. അയാൾക്ക് വല്ല അണ്ടർ ഡീലിങ്സ് ഉണ്ടോ? ഈ മറ്റേ കള്ളക്കടത്തോ അങ്ങനെ വല്ലതൊക്കെ ഉണ്ടോ? അങ്ങനെ ഗൾഫിലൊരു അറബിയുടെ കാല് വണ്ടി കയറ്റി അരച്ചിട്ട് അവിടെ ജയിലിലാണ്, കേസുണ്ട്, ജയിലായിരുന്നു. എന്നിട്ടാ വന്നത്. ഞങ്ങളെ കുറെ നാൾ അറിയിച്ചില്ല. എന്ത് ചെയ്യാൻ കഴിയും? അയാളുടെ ബാങ്ക് അക്കൗണ്ടിൽ പൈസ ഉണ്ടാവും? ബാങ്കിലുണ്ട്, അക്കൗണ്ട് അറിയില്ല. ഫെഡറൽ ബാങ്കിലൊക്കെ ഉണ്ടായിരുന്നു, നെടുമങ്ങാട് ഫെഡറൽ ബാങ്കിൽ ഉണ്ടായിരുന്നു. അത് നിങ്ങൾ അറിയാൻ നോക്കി. അവള് ക്രിമിനലാണ്, കാരണം വീട്ടില് ഉമ്മായും ഞാനും എന്തെങ്കിലും പുറത്തിറങ്ങാൻ എന്തെങ്കിലും ചെയ്താലോ എന്ന് പേടിച്ചിട്ട് നമ്മളൊന്നും ചെയ്യാത്ത. അല്ല, നിങ്ങൾക്ക് ഈ പൈസ കിട്ടണ്ടേ? 1,00,000 ഉറുപ്പിക ഇപ്പോൾ അവാർഡായിട്ടുണ്ട്, കോടതി വിധിയായിട്ടുണ്ട്. അത് നിങ്ങൾ തിരിച്ചെടുക്കണ്ടേ? അത് നിങ്ങൾ എന്താ ചെയ്യണം? ഒന്നുകിൽ പ്രോപ്പർട്ടി അറ്റാച്ച് ചെയ്യണം, അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട് സീസ് ചെയ്യണം. അതൊന്ന് ഇത് കിട്ടണം, അല്ലെങ്കിൽ അയാളുടെ പ്രോപ്പർട്ടി ഇത് ചെയ്യണം. ഇതെന്തെങ്കിലും ചെയ്യണ്ടേ? പിന്നെ നിങ്ങൾ മറ്റേ എനിക്കൊന്നും ഫാമിലി കോർട്ടിന് അതിന് അധികാരം തോന്നുന്നില്ല. നിങ്ങൾ ആ 5 സെന്റ് സ്ഥലത്തിന് നിങ്ങൾ രണ്ടാമത് നിങ്ങളുടെ പേരിലാക്കി തരണം, ഫ്രോഡ് കളിച്ചാണ്, ചീറ്റ് ചെയ്താണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വേറെ കേസ് കൊടുക്കേണ്ടി വരും. നിങ്ങളൊരു കാര്യം ചെയ്യും, ഇപ്പോൾ ഏതായാലും നിങ്ങൾക്ക് ഇല്ലെങ്കിൽ ഇവിടെ ഞങ്ങളുടെ കെൽസി ഉണ്ട്, കേരള സ്റ്റേറ്റ് ലീഗൽ സർവീസ് അതോറിറ്റി എന്ന് പറഞ്ഞാൽ വളരെ പവർഫുള്ളാണ്. ഇപ്പോൾ നമ്മുടെ കേരള സ്റ്റേറ്റിലൊക്കെ വളരെ ശക്തമായ രീതിയിൽ പോകുന്നതാണ്. അപ്പോൾ അവർ വേണ്ട നിയമം ഇവിടെ എല്ലാ ഡിസ്ട്രിക്റ്റിലും ഉണ്ട്. തിരുവനന്തപുരം ഡിസ്ട്രിക്ട് കോർട്ട് ചെന്നാൽ മതി, വക്കീൽ അവിടെ ഉണ്ടാവും. അവിടെ ചെന്നിട്ട് നിങ്ങൾ അവിടെ ചെന്ന് അപ്പം നിങ്ങൾക്ക് ചില വക്കീൽമാരെയൊക്കെ അപ്പോയിൻറ്റ് ചെയ്ത് അതിൻ്റെ വേണ്ട പ്രകാരത്തിൽ ഇന്ന കാര്യത്തിൽ ഇന്ന പ്രൊസീഡ് ചെയ്യാമെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരും. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ എന്തെങ്കിലും ചെയ്യാം. ഇപ്പം നിങ്ങൾക്ക് ഏതായാലും വിധി കിട്ടിയിട്ടുണ്ട്, അത് നടത്തിയെടുക്കാൻ ശ്രമിക്കുക, മനസ്സിലല്ലേ? പിന്നെ മറ്റേത് ഈ 5 സെന്റ് സ്ഥലം കിട്ടണമെങ്കിൽ ആ 5 സെന്റ് സ്ഥലത്ത് വീടുണ്ടോ? ആര് വെച്ചു? നിങ്ങളും അതും വെച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് നിങ്ങൾ വെച്ചതാണ്, നിങ്ങളുടെ അവകാശപ്പെട്ടാണ്, നിങ്ങളെ ചീറ്റ് ചെയ്താണ് എന്നും പറഞ്ഞിട്ട് സമയം അധികം കളയരുത് എന്നും പറഞ്ഞിട്ട് നിങ്ങൾ അവിടെ കേസ് കൊടുക്കാം. അമ്മ കഷ്ടപ്പെട്ട് ഇങ്ങനെ വീട്ടിലിങ്ങനെ ഓരോ വീട്ടിലെ പാത്രം കഴിവിയൊക്കെ ഉണ്ടാക്കി തരണ സ്വർണ്ണങ്ങള് എനിക്ക് ഉമ്മക്കും അനിയനൊക്കെ ഓരോന്നായിട്ട് കൊണ്ടുവരും. അപ്പോൾ ഈ ഉമ്മ പോയി കഴിഞ്ഞതിന് ശേഷമേ വാപ്പ ഇങ്ങോട്ട് വരുള്ളൂ. അത് മേടിക്കാനായിട്ടാണ് പറഞ്ഞത്, അല്ലാതെ ഞങ്ങളെ കാണാൻ വേണ്ടിയിട്ടല്ല. ആ സ്നേഹമൊന്നുമില്ല വാപ്പക്ക്. ഇത് മേടിക്കാനായിട്ട് വന്നിട്ട് ഒരാഴ്ച അല്ലെങ്കിൽ ഒരു മാസം പോലും തികച്ചു നിൽക്കാതെ കയറിപ്പോവും. ഏതായാലും ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം റഷീദിൽ നമുക്ക് അറിയാൻ കഴിഞ്ഞത് ഫാമിലി കോർട്ടിൽ അവർ കേസ് കൊടുത്തിട്ടുണ്ട്. ആ കേസ് വിധിയായി 9,000 ഉറുപ്പിക ചെലവിന് കൊടുക്കാൻ വേണ്ടി വിധിയായി എന്നാണ് മനസ്സിലാക്കുന്നത്. അത് 1-2 കൊല്ലത്തെ അരിയേഴ്സ് ഉണ്ട് ബാക്കി കൊടുക്കാനുള്ളത്. അയാൾ ഒളിവിൽ നടക്കുകയും ചെയ്യാണ്. ഏതായാലും അതേ കോടതിയിൽ തന്നെ ഈ റഷീദയ്ക്ക് അത് നടത്തിയെടുക്കാനുള്ള നടപടികൾ കൈക്കൊള്ളാം. നടത്തിയെടുക്കാന്ന് വെച്ചാൽ അത്ര അരിയേഴ്സ് സഹിതം കിട്ടും. അയാൾ എത്രയൊക്കെ ഈ നാട്ടിലുണ്ടെങ്കിൽ തന്നെ അയാൾ എത്രയൊക്കെ ഒളിഞ്ഞ് നടക്കുകയാണെങ്കിൽ ശരി, അത് പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ സഹായത്തോടോ ഹയറായിട്ടുള്ള വലിയ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ സഹായത്തോടു കൂടി തന്നെ കോടതിക്ക് അയാളെ കൊണ്ടുവരാവുന്നതും അയാളെ പിടിച്ചു കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒന്നുകിൽ ജയിലിലേക്ക് അയക്കണം, അല്ലെങ്കിൽ അയാളുടെ പ്രോപ്പർട്ടി എല്ലാം അറ്റാച്ച്മെൻ്റ് ഒക്കെ നടത്തേണ്ടി വരും. അപ്പോൾ തീർച്ചയായിട്ടും അയാൾ അത് തരാൻ ബാധ്യസ്ഥനാണ്, തരുകയും ചെയ്യും. ഗൾഫിൽ പോയി ഒരുപാട് കഷ്ടപ്പെട്ട് ഒരു പാവം സ്ത്രീ സമ്പാദിച്ച എല്ലാ ധനവും സ്വർണവും വസ്തുക്കളും എല്ലാം കൊണ്ടുപോയി അവരുടെ മകളെ മാക്സിമം പീഡിപ്പിച്ചു. അതിനൊരു പെൺകുട്ടിയും ഒരാൺകുട്ടിയും. ആ കുട്ടികളുടെ പഠിത്തത്തിനും ഭാവിക്കും ഒന്നും വകയില്ലാതെ, ഇപ്പം പ്രായാധിക്യം കൊണ്ട് ജോലിയും ചെയ്യാൻ കഴിയാതെ ഒരു കുടുംബത്തെ മുഴുവൻ വഞ്ചിച്ചു കൊണ്ടൊരു വ്യക്തി സന്തോഷവാനായിട്ട് നമ്മുടെ നാട്ടിൽ തന്നെ കഴിയുക. തീർച്ചയായിട്ടും ഈ നിസാമുദ്ദീൻ അല്ലെങ്കിൽ ഈ നാസർ എന്ന് പറഞ്ഞ വ്യക്തിയെ ഫോട്ടോ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. ഫോട്ടോയിൽ കാണുന്ന ആ വ്യക്തിയെ എവിടെയെങ്കിലും നിങ്ങൾ കണ്ടുമുട്ടിയാൽ
തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ കൈരളി ചാനലിലോ വിവരം അറിയിക്കണം. വീണ്ടും കാണാം ജീവിതം സാക്ഷിയിലൂടെ. നമസ്കാരം. ജീവിതം സാക്ഷി എന്ന ഈ ലോക് അദാലത്ത് വളരെ സുതാര്യവും പണച്ചിലവില്ലാത്തതുമാണ്. ജീവിതം സാക്ഷിയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഞങ്ങളെ എഴുതി അറിയിക്കുക. ഞങ്ങളുടെ വിലാസം: പ്രൊഡ്യൂസർ, ജീവിതം സാക്ഷി, കൈരളി TV, കൈരളി ടവേഴ്സ്, പാളയം, തിരുവനന്തപുരം. പിൻ 695034.